Welcome to Tiffany's Kitchen. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള ഒരു ഓട്ടടയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓട്ടടയുടെ ഒരുപാട് വെറൈറ്റീസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും ഹോൾസ് വന്നിട്ടുള്ള ഓട്ടട നമുക്ക് ഗ്യാസ് സ്റ്റവിലായിരുന്നാലും വിറകടുപ്പിലായിരുന്നാലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അരി അരച്ച് റെഡിയാക്കി എടുക്കുന്ന ഒരു ഓട്ടടയാണ് കേട്ടോ. നല്ല ആരെടുത്തിട്ടുള്ള നല്ലൊരു ഓട്ടടയാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1.25 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് 2 മണിക്കൂർ സോക്ക് ചെയ്യണം. അതിനായിട്ട് ഈ അരി മൂടുന്ന വിധത്തിലുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് 2 മണിക്കൂർ ഒന്ന് സോക്കാവാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ള അരിയാണിത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് കുമിച്ചാണ് കേട്ടോ ഞാൻ ചോറ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയും വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് അത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ അത് നികക്കെ വെള്ളം വേണം. ആ രീതിയിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, ഈ ഒരു തിക്കിലാണ് നമുക്ക് ഈ ഒരു മാവ് വേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് ഈ വെള്ളം കൂടെ ഈ ഒരു മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല കറക്റ്റ് പരുവത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കുകയും ചെയ്യരുത്, ഒരുപാട് അങ്ങ് തിക്കാക്കുകയും ചെയ്യരുത്. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടണം. ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ശരിയായാൽ പിന്നെ നമുക്ക് നല്ല അടിപൊളി ഓട്ടട റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പുള്ള ഓട്ടടയൊക്കെ തയ്യാറാക്കുന്ന സമയത്തും ഇതുപോലെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാവുന്ന മാവ് തന്നെയാണ്. നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര സമയം റെസ്റ്റ് ചെയ്യണമെന്നൊക്കെ. അങ്ങനെയൊന്നും ആവശ്യമില്ല. നമ്മൾ മാവ് റെഡിയാക്കി എടുത്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ഓട്ടട ചുട്ടെടുക്കാവുന്നതാണ്. ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുള്ള ഓട്ടട ചട്ടി ഞാനിപ്പോൾ വിറകടുപ്പിലാണ് ആദ്യം കാണിക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് തീ കത്തണം കേട്ടോ. ആ തീ കത്തി നല്ലതായിട്ട് ചൂടായിട്ടുള്ള ഈ ഒരു ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേനും ഇങ്ങനെ മാവിലിങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങും. അത് പിന്നെ ഹോൾസായി മാറും. അങ്ങനെ ആ ഹോൾസ് ഇങ്ങനെ വന്ന് തുടങ്ങുന്ന സമയത്ത് മൂടി വെക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും തുറന്ന് നോക്കുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ടാവും. ഇത് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും കേട്ടോ. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓട്ടട കൂടെ റെഡിയാക്കാം. അപ്പോൾ ഇത്രയും അടിയിൽ തീ കത്തുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് അടിഭാഗം ഒട്ടും കരിയാതെ തന്നെയാണ് ഈ ഒരു ഓട്ടട നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുവശം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ രണ്ടാമത്തെ ഓട്ടടയും റെഡി ആയിട്ടുണ്ട്. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടട നല്ല പെർഫെക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മറുവശം നോക്കിക്കോ കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒട്ടും തന്നെ കരിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫുൾ ഓട്ടടയും ചുട്ടെടുക്കാൻ പറ്റുന്നത്. അതിപ്പോൾ ഇനി നമ്മൾ ഗ്യാസ് സ്റ്റവിൽ ചുട്ടെടുക്കുമ്പോഴും ഇതുപോലെ അടിവശം കരിയാണ്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് മുൻപ് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഓട്ടട റെഡിയാക്കി എടുക്കുന്നതൊക്കെ ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിട്ടുള്ളത്. നല്ലതായിട്ട് ചൂടായിട്ടുള്ള ചട്ടി ഒന്ന് നനച്ചെടുക്കാൻ മറക്കരുത്. അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. നല്ലതായിട്ട് ഹോൾസ് വന്നതിന് ശേഷം മൂടി വെക്കുക. 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ചട്ടി ഓപ്പൺ ചെയ്ത് നമുക്ക് അപ്പം ചട്ടിയിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓട്ടട എത്രത്തോളം പെർഫെക്റ്റ് ആണെന്ന് കണ്ടില്ലേ. നല്ല ആരെടുത്ത് നല്ല ഹോൾസൊക്കെ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.